അല്ല എന്താ പ്രശ്നം? ശരി, നമ്മുടെ വീടിന്റെ ഒരു മൊത്തം അളവ് നോക്കണം. പിന്നെ ഇപ്പോ കുട്ടികൾക്ക് അസുഖങ്ങളും എനിക്ക് വർക്കില്ല, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രതിവിധി എന്തെങ്കിലും ദോഷം ഉണ്ടോ നോക്കണം. വീട് മൊത്തം അളന്നിട്ട് വാഴ നിക്കണ സ്ഥലം കുഴപ്പമില്ല, തെങ്ങ് കിഴക്കോട്ടാ കുഴപ്പമില്ല. നോക്കാം. ശരി, ഇത് ബാക്കിലെ പടിയാണോ? അതെ, ബാക്കിലെ പടി. ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമാണ്. അതെ. അപ്പൊ ലാഭം, നഷ്ടം, ലാഭം. അയ്യോ, ലാഭത്തിക്ക് ചെലവ് നടക്കില്ല, തെറ്റിപ്പോയി. ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാ നഷ്ടാണ്. നഷ്ടമാണല്ലോ, കണ്ടില്ലടോ കരിഞ്ഞിക്കണത്. ഭൂമി നഷ്ടം. അപ്പൊ നഷ്ടം, ലാഭം, നഷ്ടം. മനസ്സിലായ? അപ്പൊ ഒരു ഹോമം അങ്ങോട്ട് കഴിച്ചോ. ഹോമം ഒരു പടി പണിതാ പോരെ? അപ്പൊ പടി പണിതാ മതി. ഹോമം കഴിച്ചു കഴിഞ്ഞാ വന്ന ദോഷം അങ്ങോട്ട് പോകും. മനസ്സിലായല്ലോ? എന്താ പേരുന്ന്? സുധാകരൻ. നാള് ഭരണി. സുധാകരൻ ഭരണി. സഭയിലൊന്നും കൂടാനുള്ള യോഗല്ലേ? നമ്മള് കുറച്ച് ജോലിയും പഠിച്ചിട്ടുണ്ടേ. കന്നിമൂലല്ലോ അവിടെ ഭർത്താവ് നിക്കണത്. ഭർത്താവല്ലേ ബാത്റൂം നിക്കണത്. അപ്പൊ എന്തായാലും പൊളിക്കേണ്ടി വരും. ഈ വീട് മൊത്തത്തിൽ എത്ര ചതുരശ്ര മീറ്റർ ഉണ്ട്? 850 ആവുമ്പോ 8 പ്ലസ് 5 8 9 10 11 12 13 തന്റെ വയസ്സ് 45. 45 ഉം 13 വലിയ കണക്കല്ല. അപ്പൊ 1 പ്ലസ് 1 സമം 28. ദോഷാണ്, മനസ്സിലാവണ്ട. 28. 28 ശരിയാവാ? നീ എവിടെ കണക്ക് പിടിച്ചേ? ഞാൻ വാര്യമാഷ എടുത്ത് വെറുതെ അല്ല ഡോ. 1 ഇത് പ്ലസ്, ഇത് മൈനസ്. 1 സമം എത്രയാ? 2. ഇത് മൈനസ് 2 മൈനസ് എടുക്കണണ്ട. 1 മൈനസ് 1 എത്രയാ? 0. ഇവിടെ ഒരു മൈനസ് എടുക്കണണ്ട. 1 മൈനസ് 1 എത്രയാ? 0. ഇപ്പൊ എത്രയായി? 28. അതാ ഞാൻ പറഞ്ഞത്. 1 പ്ലസ് 1 28. കണക്കൊന്നും അറിയില്ലല്ലേ? വരിക ബാത്റൂം പൊളിക്കുക. ദിവ്യം തന്നെ, എന്തായാലും പൊളിച്ചുള്ള കാര്യമുള്ളൂ.